നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ 4ാമത്തെ ചാപ്റ്റർ വേവ് മെക്കാനിക്സ്, അതിലാദ്യത്തെ ടോപ്പിക്കായ ക്ലാസിക്കൽ മെക്കാനിക്സ് ഈസ് ആൻ അപ്രോക്സിമേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സ് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രധാന ഇൻട്രൊഡക്ഷൻ, ആമുഖമായ കാര്യങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററുകളിൽ വരുന്നുണ്ടാവും. എന്നിരുന്നാലും ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കുറച്ച് ആമുഖം നമുക്കിവിടെയും നോക്കാം. ആദ്യമായി ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഓരോ പ്രതിഭാസങ്ങളും, ദ്രവ്യം, അതുപോലെ തന്നെ ഊർജം, റേഡിയേഷൻ, മാറ്റർ ആൻഡ് റേഡിയേഷനിൽ നടക്കുന്ന ഫിനോമിന, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുള്ള തിയറി കണ്ടെത്തുക എന്നുള്ളതാണ് ഫിസിക്സിൻ്റെ ജോലി. അപ്പോൾ വിശദീകരിക്കുക എന്നുള്ളതാണ്, ഓരോ പ്രകൃതി നടക്കുന്ന പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിനാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി നടന്ന പല പരീക്ഷണങ്ങളും ഫിസിക്സിന് വിശദീകരിക്കാൻ കഴിയാതെ വരികയും അങ്ങനെ പുതിയ ഒരു ഫിസിക്സിൻ്റെ അടിസ്ഥാനം നൽകുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത്. അതായത് നമുക്കിങ്ങനെ നോക്കാം, മാറ്ററിൻ്റെ ഡുവൽ നേച്ചർ, ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം, അത് അറ്റോമിക് സ്കെയിലാണെങ്കിലും ശരി, മാക്രോസ്കോപ്പിക് സ്കെയിലാണെങ്കിലും ശരി, അതിനൊരു വിശദീകരണം നൽകുന്ന ഒരു ഭൗതിക ശാസ്ത്ര, ഒരു ഫിസിക്സാണ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം മൈക്രോസ്കോപ്പിക്കലി ആസ് വെൽ ആസ് മാക്രോസ്കോപ്പിക്കലി എക്സ്പ്ലെയിൻ തിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. അതായത് ക്ലാസിക്കൽ ഫിസിക്സിന് വിശദീകരിക്കാൻ കഴിയാത്ത അറ്റോമിക്, സബ് അറ്റോമിക് പ്രവർത്തനങ്ങൾ, അതായത് അറ്റോമിക് സ്കെയിലിൽ നടക്കുന്ന ഫിനോമിന വിശദീകരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഭൗതിക വ്യവസ്ഥകൾ, അതായത് ഫിസിക്കൽ സിസ്റ്റംസിൻ്റെ പരിണാമം, അതിൻ്റെ എവല്യൂഷൻ എന്ന ഗണിതശാസ്ത്ര സങ്കല്പം ഉപയോഗിച്ച് ഇതിൽ വിശദീകരിക്കുന്നു. അതായത് ബേസിക്കലി വേവ് ഫങ്ഷൻ എന്ന ഒരു കൺസെപ്റ്റ്, വേവ് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, അത് വേവ് ഫങ്ഷൻ എന്നതിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്തിരിക്കുകയും ആ ശാസ്ത്ര സങ്കല്പം ഉപയോഗിച്ചിട്ടാണ് ഈ വിശദീകരണമെല്ലാം ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, അതായത് വേവ് ഫങ്ഷൻ, അതായത് ഞാൻ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിലെ അടിസ്ഥാനമായ ഒരു സങ്കല്പം, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ് വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ആറ്റമാകാം, അല്ലെങ്കിൽ ഒരു മോളിക്യൂളാകാം, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക അവസ്ഥയിൽ കാണപ്പെടാനുള്ള സാധ്യത പ്രവചിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രത്യേകത. ക്വാണ്ടം മെക്കാനിക്സിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു വേവ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്, ആ ഒരു ഫങ്ഷനാണത്. ആ ഫങ്ഷൻ്റെ പ്രത്യേകത, ആ ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു സിസ്റ്റം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക അവസ്ഥയിൽ കാണപ്പെടാനുള്ള സാധ്യത പ്രവചിക്കാനുള്ള കഴിവ് ഈ വേവ് ഫങ്ഷനുണ്ട്. അതുമാത്രമല്ല, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് അളക്കുമ്പോൾ വേവ് ഫങ്ഷനിൽ ഉണ്ടാകുന്ന മാറ്റം ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പ്രശസ്തമായ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നു. അത് നമ്മൾ പിന്നീട് പഠിക്കാൻ വരുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ അറ്റോമിക് അല്ലെങ്കിൽ സബ് അറ്റോമിക് തലത്തിലുള്ള കണങ്ങളുടെ ബല ഫിസിക്സാണ് നമ്മൾ കൂടുതലായും ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കൂടുതലും നമ്മൾ ചർച്ച ചെയ്യുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിരിക്കും.
ഉദാഹരണം, ഇപ്പം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അറ്റോമിക് സ്കെയിലിലുള്ള ഫിനോമിന, ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബോർ ആറ്റോമിക് മോഡൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാകാൻ തന്നെ കാരണം ഇതുപോലുള്ള അറ്റോമിക് സ്കെയിലുള്ള എക്സ്പ്ലനേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് അല്ലാത്ത, അതായത് ബൾക്ക് മാറ്റർ, വലിയ ഒരു സിസ്റ്റം, അതായത് മൈക്രോസ്കോപ്പിക് വെച്ചാൽ അറ്റോമിക് സ്കെയിൽ അല്ലാത്ത ഒരു കൂടുതൽ ആറ്റങ്ങളുള്ള ഒരു സിസ്റ്റം. ആ മാക്രോസ്കോപ്പിക് സിസ്റ്റം എന്താണ്, അങ്ങനെയുള്ള പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ, ചില മാക്രോസ്കോപ്പിക് പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എല്ലാ അറ്റോമിക് സ്കെയിലിലെ പ്രതിഭാസം വിശദീകരിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് രൂപപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയാണ്. ക്വാണ്ടം തിയറി, മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി പറയുന്നത്, അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, എനർജി of a radiation is not continuous according in classical physicsൽ പറയുന്നത് പോലെ ഒരു റേഡിയേഷൻ, ഒരു തരംഗത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, അതായത് അനുസ്യൂതമല്ല, മറിച്ച് അത് ചെറു പൊതികളായിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഓർ അബ്സോർബ്ഡ് ഓർ emitted in packets of energy in terms of packets അല്ലെങ്കിൽ യൂണിറ്റ്സ്. ഇതിനെയാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ആയിക്കോട്ടെ, ആംഗുലർ മൊമെൻറ്റം ആയിക്കൊള്ളട്ടെ, ഇതേപോലെ ക്വാണ്ടൈസ്ഡ് ആണ് എന്നാണ് ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമുക്കറിയാം ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ചില പരിമിതികളാണ്. അതിൽ കുറേ പരിമിതികളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വികാസത്തിന് കളമൊരുക്കിയത് ഈ പരിമിതികളായിരുന്നു. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ആധാരമാക്കി വികസിപ്പിച്ചത് ന്യൂട്ടോണിയൻ ഫിസിക്സ്. അപ്പോൾ അതിനെല്ലാം ആ കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ തന്നെ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് മാറ്റർ, അങ്ങനെയുള്ള കുറച്ച് ഫിസിക്കൽ ഫിനോമിന ബോർ ആറ്റം മോഡലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരികയും, അങ്ങനെയാണ് ഈ പുതിയ ഒരു അടിസ്ഥാനം തന്നെ മാറ്റിമറിക്കേണ്ട ആവശ്യകത ഉണ്ടാവുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ രണ്ട് മാത്തമാറ്റിക്കൽ വേർഷൻസ് ആണ്. ഒന്ന് ഷ്രോഡിംഗർ വേർഷൻ എന്ന ഓസ്ട്രിയക്കാരൻ സയൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന വേവ് മെക്കാനിക്സ്, അതുപോലെ ഹെയ്സൻബർഗിൻ്റെ മെട്രിക്സ് മെക്കാനിക്സ്. അങ്ങനെ രണ്ട് മാത്തമാറ്റിക്കൽ വേർഷൻസ് ആണ് എന്തിനുള്ളത്, ക്വാണ്ടം മെക്കാനിക്സിനുള്ളത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, പോൾ എം ഡിറാക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടും കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം ഈ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ, ഏറ്റവും പ്രധാനം ഫെയ്മാൻ പാത്ത് ഇൻ്റഗ്രൽ നിർമ്മിതി, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ നടന്നിട്ടുണ്ട്. കാരണം ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടായതിനു ശേഷം ഉണ്ടായ മാത്തമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഈ അവസാനം ക്വാണ്ടം ഫീൽഡ് തിയറിയിലേക്ക് വരെ എത്തിക്കുകയുണ്ടായി. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും, എക്സ് ആക്സിസിൽ സ്പീഡും വൈ ആക്സിസിൽ സൈസുമാണ്, പാർട്ടിക്കിൾ സൈസുമാണ്. അപ്പോൾ സ്പീഡ് കുറഞ്ഞ സൈസ് കൂടിയ സാധനങ്ങളാണെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സും അതുപോലെ തന്നെ സ്പീഡ് കൂടുന്തോറും അതിന് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സും സ്പീഡ് സൈസ് കുറയുകയാണെങ്കിൽ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് താഴെ വരും, ക്ലാസിക്കൽ മെക്കാനിക്സ് മുകളിൽ വരും. ഏറ്റവും ഹൈ സ്പീഡും ഏറ്റവും
ഏറ്റവും സൈസ് കുറവും ഏറ്റവും ഹൈ സ്പീഡും ആണെങ്കിൽ ക്വാണ്ടം ഫീൽഡ് തിയറി ആണ് ഉപയോഗിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്? So the fundamental difference between classical mechanics and quantum mechanics lies in what they describe. എന്താണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നതിലാണ് അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ the future history of a particle is completely determined by its initial position and momentum together with the forces that act upon it. നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ അതായത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കണികത്തിൻ്റെ ഫ്യൂച്ചർ ഹിസ്റ്ററി എന്ന് വെച്ചാൽ അത് എവിടെ അടുത്ത സെക്കൻഡിൽ എവിടെയായിരിക്കും, അതിൻ്റെ പൊസിഷൻ, വെലോസിറ്റി എത്രയായിരിക്കും, ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷനും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും ഉപയോഗിച്ചിട്ടാണ്. അതായത് ന്യൂട്ടൺ ഇക്വേഷനിൽ ഇനീഷ്യൽ പൊസിഷനും ഇനീഷ്യൽ ഫോഴ്സ് നമുക്കറിയാമെങ്കിൽ ഫ്യൂച്ചർ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, ഫ്യൂച്ചർ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയല്ല. അവിടെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു തത്വം നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. The nature of an observable quantity is different in the atomic scale. എന്താണെന്ന് നോക്കാം. Quantum mechanics, the kind of certainty about the future characteristic of classical mechanics is impossible because the initial state of a particle cannot be established with sufficient accuracy. അതായത് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ്, ഒരു പാർട്ടിക്കിളിൻ്റെ ആദ്യത്തെ പൊസിഷൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫോർ എ സബ് അറ്റോമിക് പാർട്ടിക്കിൾ. ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ പൊസിഷൻ നമുക്ക് പറയാൻ സാധിക്കും ആക്യുറേറ്റ് ആയിട്ട്, പക്ഷേ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല ഡ്യൂ ടു അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അറ്റോമിക് സ്കെയിലിലെ എന്ത് ചെയ്യുന്നത്, കോസ് ആൻഡ് എഫക്റ്റ് ആർ റിലേറ്റഡ് ആണെങ്കിൽ പോലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഏതുപോലെ മാക്രോസ്കോപ്പിക് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ പൊസിഷൻ പറയുന്ന അത്ര എളുപ്പമല്ല ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ പൊസിഷനും വെലോസിറ്റിയും പറയുക. പക്ഷേ ഇവിടെ നോക്കേണ്ടത് ക്വാണ്ടം മെക്കാനിക്സിൽ ഇങ്ങനത്തെ അറ്റോമിക് പാർട്ടിക്കിൾസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോബബിലിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, the radius of an electron's orbit in a ground state hydrogen atom is always 5.3 into 10 raised to minus 11 meter as the Bohr theory does. Quantum mechanics states that this is the most probable radius. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ഇലക്ട്രോൺ ഓർബിറ്റിൻ്റെ റേഡിയസ് പെർഫെക്റ്റ്ലി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ അത് ഒരു ഫിക്സഡ് അല്ല, മറിച്ച് അതൊരു വൺ ഓഫ് ദ മോസ്റ്റ് പ്രോബബിൾ റേഡിയസ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ക്യാൻ വേരി, ദ റേഡിയസ് ക്യാൻ വേരി. ദാറ്റ് റേഡിയസ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ റേഡിയസ് അക്കോർഡിംഗ് ടു ദാറ്റ് സിറ്റുവേഷൻ. ഇനി അവർ എക്സാമ്പിൾ, ഇൻ എ suitable experiment, most trials will yield different value, either larger or smaller, but the value most likely to be found is this value. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തരുന്നു, പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് പ്രോബബിലിറ്റി മാത്രമേ തരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ക്ലാസിക്കൽ മെക്കാനിക്സിനേക്കാളും ഒരു പവർഫുൾ അല്ല, ഈസ് നോട്ട് എ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വിചാരിക്കും. അങ്ങനെ തോന്നാം. മൈറ്റ് സീം ക്വാണ്ടം മെക്കാനിക്സ് മൈറ്റ് ബി എ പുവർ സബ്സ്റ്റിറ്റ്യൂട്ട്. ബട്ട് അവസാനിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ടേൺസ് ഔട്ട് ടു ബി ജസ്റ്റ് ആൻ അപ്രോക്സിമേറ്റ് വേർഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന യഥാർത്ഥമായ അൾട്ടിമേറ്റ് ബേസിക് മെക്കാനിക്സ്, ബേസിക് ഫിസിക്സ്, അൾട്ടിമേറ്റ്ലി ദ
ബേസിക് അൾട്ടിമേറ്റ് ഫിസിക്സായ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ചെറിയ അപ്രോക്സിമേഷൻ മാത്രമാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഈ കാണുന്ന സെർട്ടണിറ്റി, അതായത് മാക്രോസ്കോപ്പിക് ബോഡി, അതായത് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ പൊസിഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. അത് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രം, അതായത് മാക്രോസ്കോപ്പിക് ആയതുകൊണ്ട് മാത്രം നമുക്ക് തോന്നുന്നതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഇല്യൂഷനാണെന്ന് പിന്നെ മനസ്സിലാവും. മാത്രമല്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു അപ്പാരൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്നു. എഗ്രിമെൻറ്റ് വിത്ത് ദ എക്സ്പെരിമെൻറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഓർഡിനറി ഒബ്ജക്ട്സ് കൺസിസ്റ്റ് ഓഫ് സോ മെനി ഇൻഡിവിജ്വൽ ആറ്റംസ് ദാറ്റ് ഡിപ്പാർച്ചേഴ്സ് ഫ്രം ദ ആവറേജ് ബിഹേവിയർ ആർ അൺനോട്ടീസബിൾ. മാക്രോസ്കോപ്പിക് ബോഡി എടുത്താൽ, ഒരു ക്രിക്കറ്റ് ബോൾ എടുത്താൽ അതിൽ ലാക്സ് ഓഫ് ആറ്റംസ് ഉണ്ടാവും. അവരുടെ എല്ലാം ഡിപ്പാർച്ചർ ഫ്രം ദ ആവറേജ് ബിഹേവിയർ നമുക്ക് അൺനോട്ടീസബിൾ ആണ്. Instead of two sets of physical principles, one for the macro world and one for the micro world, there is only the single set included in quantum mechanics. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ബിഗ് പാർട്ടിക്കിൾസിനും ക്വാണ്ടം മെക്കാനിക്സ് സ്മോൾ പാർട്ടിക്കിൾസിനും വേണ്ടി രണ്ട് ഡിഫറെൻറ്റ് ഫിസിക്സ് വെച്ചിരിക്കുന്നു. അതിന് പകരം യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ക്വാണ്ടം മെക്കാനിക്സിൽ എന്ത് ചെയ്തു? ദർ ഈസ് ഓൺലി the single set included in quantum mechanics, where that means we say that the quantum mechanics will approximately become, which will it will become classical mechanics in the limit of macroscopic bodies. So with this we will stop here, and in the next video we will discuss about what is a wave function and how the wave function is used in quantum mechanics and how it is describing a system in quantum mechanics in the coming videos. Thank you.